തരാട്ടാ. എല്ലാവരും ഉണ്ടാവും ഇവിടെ. തലേദിവസം തന്നെ രാത്രിയില് എല്ലാതും കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചു. ചീറ്റുണ്ട് ഇവിടെ കുറച്ച് പോണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അയ്യോട്ടാ, ഇന്ന് നമുക്കുണ്ടല്ലോ പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസമാണ് കേട്ടാ. അപ്പൊ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ തലേദിവസം തന്നെ രാത്രിയില് എല്ലാതും കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചു. അതേപോലെ തന്നെ നമ്മൾ നാളികേരൊക്കെ ചെരുകി വെച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ നേരിട്ട് വന്ന വഴിക്ക് വേഗം വെക്കാനൊക്കെ ആയിട്ട് എളുപ്പമാണ് കേട്ടാ. അപ്പൊ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മള് അരി ഈ വെള്ളം അടുപ്പത്തിട്ടതിന് ശേഷമാണ് നമ്മളിവിടെ കറികളൊക്കെ വെക്കാൻ വേണ്ടി കൂടി വരുന്നുള്ളൂ. അപ്പൊ അരി വെക്കുന്നത് നമ്മൾ പുറത്തടുപ്പിലാണ്. അതായത് നമ്മൾ വലിയൊരു ഗ്യാസ് ഉണ്ടല്ലോ, നമുക്ക് അതിൽ നിന്നിട്ട് നമ്മൾ അരി വെക്കണേ. അവർക്ക് ആദ്യം ഉപയോഗിക്കാൻ പോകും. ചേട്ടി ഗ്യാസ് ഉണക്ക. ഭയങ്കര കാറ്റാ. ഇപ്പോട്ട് രാവിലെ ഭയങ്കര കാറ്റായി തന്നെ തീയന്നെ പാല് കത്തണ പോലെയാ. പിന്നെ വേണ്ട, നമ്മുടെ കോഴികളൊന്നും ഒരു എനക്കില്ല കേട്ടാ. അവരൊക്കെ ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. നമ്മൾ നന്നായി നേരത്തെ എണിട്ടുണ്ട്. അപ്പൊ ചോറ് എന്ത് കിട്ടാനാണല്ലോ സമയം എടുക്കുക. അപ്പൊ അത് കാരണമാണ് നമ്മൾ ആദ്യം ചോറ് വെക്കണേ. എന്നിട്ട് പിന്നെ കറികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയെടുക്കാലോ. കോഴികളൊക്കെ ഉണർന്നു തുടങ്ങിയിട്ട് അവരൊക്കെ സൗണ്ട് എടുത്ത് തുടങ്ങി. വരാം, നേരം വെളുത്തിട്ടില്ല. നമ്മുടെ ഇവിടെ ഇടയ്ക്കാൻ കണ്ടപ്പോളേ അവര് ഒപ്പം ഓരോ സൗണ്ടുകൾ എടുക്കുക. സാമ്പാർ ഇതാ കഷ്ണമൊക്കെ ഇട്ടിട്ട് എന്താ പറയാ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാളനായിട്ട് ഇനി അടുത്ത് വെക്കാൻ പോണേ. കാളനുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ചേനയാട്ടാ. ചേനോണ്ട വെക്കണേ. അല്ലോ അല്ലോ അല്ല് കാലത്ത് കഴിഞ്ഞിട്ട് ഇതാ വൃത്തിയാക്കി തുടങ്ങി. അതിന് പാപ്പു നമുക്ക് പാപ്പു നോട്ടാ, നിങ്ങൾക്ക് തരാട്ടാ. എല്ലാവരും ഉണ്ടാവും ഇവിടെ. കേളിക്കുട്ടി എന്താ ഒതുങ്ങിയിരിക്കണേ? അവള് എപ്പോഴും അങ്ങനെ നീങ്ങിയിരിക്കൂട്ടാ. ഇവര് കൂടെ ഉണ്ടെങ്കിൽ അവൾ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ എന്റെ പിന്നാലെ വരും. കഴിച്ചോ? കഴിച്ചു. ഇവരുള്ള അപ്പളേ ഭയങ്കര സൈലന്റ് അവള്. നമ്മുടെ അല്ലൂന് രാത്രിയിലേക്ക് എടുക്കാൻ വേണ്ടിട്ട് ഇട്ട് കൊടുക്കണതാട്ടാ ഈ ഒരു പെട്ടി. നല്ല ചൂട് കിട്ടാൻ. കാക്കകൾ വന്നത് ഇവരുടെ ബാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. രാവിലെ നമ്മുടെ കോഴികൾക്ക് ചോളം, മുഴുവൻ ചോളം ഇട്ട് കൊടുക്കേ. ചോളത്തിനോട് അവർക്ക് വലിയ ഇഷ്ടമില്ല. അവർക്ക് നമ്മുടെ ചീരലിയും വാഴപ്പിണ്ടിയും കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്തായിരുന്നു നിങ്ങൾക്ക് കിട്ടാ. ഇന്ന് കാലത്ത് ഇങ്ങനെ കഴിക്കും. കണ്ട എന്ത് മടിയാന്ന് നോക്കി ചോളം തന്നെ. ആ നേരം നമ്മുടെ ചീര അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണായിരുന്നു അവരെ ഇഷ്ടം. തിരക്കുള്ള ദിവസമൊക്കെ രാവിലെ ഇത് കഴിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ആയുമ്പോൾ ഞാൻ തരില്ല. നമ്മളിതാ ചമ്മന്തി അരയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് എടുത്തിട്ടുള്ളത് മാങ്ങ, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില. പിന്നെ പ്രത്യേകത ഉള്ളത് എന്നിട്ടാണെങ്കിൽ ഉപ്പ് ഒഴിച്ച് ചമ്മന്തിയിലേക്കുള്ളത് എല്ലാ സാധനങ്ങളും നമ്മുടെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചിട്ടുള്ള സാധനങ്ങളാട്ടാ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചമ്മന്തി അരയ്ക്കണേ. പിന്നെ നോക്കി നമ്മുടെ സാമ്പാർ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. തിളച്ച്
സാമ്പാർ റെഡി ആയിട്ടാ. ഞാൻ സാമ്പാറിന് ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് താളിച്ചാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ കാളൻ ഇത്രയും കൂടി ഒന്ന് കുറുകി വരാനുണ്ട്. അപ്പൊ ഞാൻ കാളൻ ഓഫ് ചെയ്യാറായിട്ടില്ല, ഒന്നും കൂടി കുറുകി വന്നതിന് ശേഷമാണ്. കാരണം ചോറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒളിച്ചു പോവാതെ ഇങ്ങനെ ഒരു ഭാഗത്തൊക്കെ എടുക്കേണ്ട രീതിയിലാണ് നമ്മൾ ആക്കിയിരിക്കുന്നത്. നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. നമ്മളിന്ന് എണീറ്റത് ഒരു 4:30 ആ സമയത്ത് എണീറ്റ് വേഗം തന്നെ നമ്മൾ അരി അടപ്പത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ ഒരു സമയം 6 മണിക്ക് ആയിട്ടുണ്ട്. കണ്ടു, നല്ല നേരം വിളിച്ചപ്പോലെ 6 മണി. അങ്ങനെയൊന്നും വലിയ ബഹളമൊന്നും കാണാൻ ചേട്ടാ. നമ്മുടെ കോഴികള് ആ കാലത്തുള്ള ഒരു ചെറിയ സൗണ്ടൊക്കെ നിർത്തുന്നുള്ളൂ. നമ്മള് പറമ്പിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയില്ലേ, അപ്പോഴാണ് അവര് സൗണ്ടുകൾ എടുത്തു തുടങ്ങുക. നമ്മള് പറമ്പിൽ പോണ കണ്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ വലിയ തിക്കും തിരക്കൊന്നും കൂട്ടില്ല അവര്. നമ്മുടെ കാബേജ് തോരന് റെഡി ആയിട്ടാണ്. ഇപ്പൊ കറികളല്ലാതെ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോ എന്തിട്ടാണെങ്കിൽ എനിക്ക് കോഴിമുട്ട തോട് പൊളിക്കണം. അതുകൂടി കഴിഞ്ഞ് നമ്മുടെ പൊതിച്ചോറിലേക്ക് ഉള്ളതല്ലാതെ ആയിട്ടാ. കാരണം പൊതിച്ചോറ് ഒരു 9 മണി ആകുമ്പോഴേക്കും വരേ. അപ്പോഴേക്കും നമ്മുടെ എല്ലാം കഴിഞ്ഞിരിക്കണം. നമ്മുടെ നോക്കിയ പൊതിച്ചോറിലേക്ക് എല്ലാതും റെഡി ആയിട്ടാ. അതായത് കാളൻ വെച്ചിട്ടുണ്ട് നമ്മള്, പിന്നെ വെച്ചിട്ടുള്ള കാബേജ് തോരൻ, പിന്നെ സാമ്പാറ്, പിന്നെ പയറ് കൊണ്ടുള്ളൊരു മെഴുക്ക് പുരട്ടി, പിന്നെ നമ്മുടെ ചോറ്, പിന്നെ നാളികേര ചമ്മന്തി, പിന്നെ കോഴിമുട്ട പുഴുങ്ങിയത്. നമ്മള് മീൻ വറക്കാറുണ്ട് എല്ലാ പ്രാവശ്യവും. ഈ വട്ടം മീൻ വറുത്തിട്ടില്ല ചേട്ടാ. കാരണം എന്താണെന്ന് അറിയാം, നമ്മുടെ ഫ്രിഡ്ജിന് കംപ്ലൈന്റ് ആയിട്ട് അതങ്ങനെ കൊടുത്തു, പിന്നെ മേടിച്ചിട്ടില്ല. അപ്പൊ അത് കാരണം നമ്മൾ ഈ വട്ടം മീൻ വറക്കാതിരുന്നു. കാരണം തലേദിവസം മേടിച്ചൊക്കെ വെക്കണല്ലോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ചായയിട്ട് എല്ലാം മുറിക്കാൻ പോയിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിലേക്ക് വാട്ട മതിയാനൊക്കെ നിൽക്കണം നമുക്ക്. ചായയിട്ട് ഇല മുറിച്ച് വരുന്നിട്ട് നമ്മുടെ പറമ്പിന്ന് ഭയങ്കര കാറ്റ്. അത് കാരണം എന്നാലും നമുക്കുള്ള ഇല കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ കാറ്റ് വരുമ്പോഴേ ഇലകളൊക്കെ കീറും. എന്നാലും നല്ല ഇലകൾ കിട്ടിയില്ല ചേട്ടാ. നമുക്ക് ചായട്ട ഇല എനിക്ക് വാട്ടി തരും. അപ്പൊ ഞാൻ തുടയ്ക്കാന്ന് വെച്ചിട്ടാ. വേഗം കഴിയില്ല, സമയം തുടങ്ങി. നമ്മൾ ഇത്രയും നേരത്തെ എനിച്ചതല്ലേ. ഇനി ഇവിടെ ഒരു പെട്ടെന്നൊരു തിരക്കാണ്. എനിക്കാണെങ്കിൽ കുളിക്കും കൂടി വേണം ഇനി, എന്നിട്ട് വേണം ചോറ് പോയി വെക്കണമെങ്കിൽ. അപ്പൊ ഞാനും ഷായേട്ടനും കൂടിയിട്ട് ഏതാ പൊതിച്ചോറ് പൊതിയാൻ നിൽക്കാട്ടാ. ഷായേട്ടന് നല്ല സ്പീഡാ പൊതിച്ചോറ് പൊതിയാനായിട്ട്. അപ്പൊ ഞാനും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പാർ നമ്മൾ കവറിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ചോറിൽ തന്നെ ഒഴിക്കുമ്പോഴേ ചിലപ്പോ അത് വളിച്ച പോലെ വരും. അപ്പൊ ഇങ്ങനത്തെ ഒരു കവറിലിട്ടിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മള് എന്താ പറയാ, പൈസ ആയാലും നമ്മള് കവറിലിട്ടിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പൈസ വയ്ക്കുന്നതിന്റെ കാരണം ഉണ്ട് കേട്ടാ. എല്ലാ പ്രാവശ്യത്തെ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, പൈസ വയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം രോഗിയുടെ കൂടെ ആരെങ്കിലും നിൽക്കുമ്പോഴേ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ചോറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കഴിയാതിരിക്കും. അപ്പോൾ എന്തെങ്കിലും മേടിച്ച് കഴിക്കാലോ. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മുട്ട നോൺ വെജ് വട്ടം വെച്ചിട്ടില്ല, നമ്മൾ മുട്ടയാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ മുട്ട കഴിക്കാത്തവരുണ്ടാവും. അപ്പൊ ചിലപ്പോ പൈസ വർത്താനത്തിന്റെ ഇടയിലേ കവറിലാക്കേണ്ട സ്പീഡ് വന്നു. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പൈസ കൊടുക്കുന്നത് കേട്ടാ.
അർഹതയുള്ളവരെ കയ്യിലേക്ക് ചെല്ലട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ വട്ടം വെക്കുമ്പോൾ നമ്മള് ചോറ് പൊതിയാന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പീഡാ. കാരണം സമയം പെട്ടെന്ന് പെട്ടെന്ന് പോവും, അവര് വേഗം വരും. അപ്പൊ അത് കാരണം സ്പീഡ് കൂടില്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഷായട്ടിനാണ് പൊതിച്ചോറ് പുതിയ സ്പീഡ്, എനിക്കൊരു രക്ഷയില്ല. ഷായട്ടിന്റെ സ്പീഡ് എനിക്ക് കിട്ടേയില്ല. നമ്മുടെ പൊതിച്ചോറ് നോക്കിയേ, പകുതി ആയിട്ടില്ല കേട്ടാ, ഇനി നമുക്കുണ്ട് പൊതിയാനായിട്ട്. പൊതിച്ചോറ് ഇതാ പൊതികളൊക്കെ കഴിഞ്ഞു, ഈ തോരനും കഴിഞ്ഞിട്ടുണ്ട്. കാളെന്താ അത് തുണ്ടുണ്ട്. അതുപോലെ നമ്മുടെ പയറ് മെഴുക്കുപൊട്ടി കുറച്ചുണ്ട്, ചമ്പന് കുറച്ചുണ്ട്, തുണ്ട് ചോറ് ബാക്കിയുണ്ട്, ഇത് സാമ്പാറും ബാക്കിയുണ്ട്. അത്രേ ഉള്ളോട്ടാ. അതിപ്പോ ഞങ്ങക്ക് ഇന്നിപ്പോ വൈകുന്നേരം വരെ എടുക്കാനുള്ളതൊക്കെ ഉണ്ട്. നമുക്കിത് എന്താ പറയാ, ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടെങ്കിൽ സാമ്പാറൊക്കെ ആയിട്ട് രാത്രിയിൽ അവസാനിക്കും. ഇനിയിപ്പോതാ അവര് വന്നിട്ടില്ല, ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാട്ട് ഞങ്ങള്. നമുക്കും നമ്പറിഞ്ഞിട്ടില്ല. ഇതൊക്കെ തട്ടിക്കൂട്ടി ഞങ്ങൾക്ക് കൂടിയുള്ള 2 പൊതിച്ചോറ് മതിയട്ടെ. ശരി, ഇല്ല കിടക്കാം, കുഴപ്പമില്ല. നമ്മുടെ കല്യാണത്തിൻ്റെതായ പണികളൊക്കെ ആയിട്ട് അവിടെ നടക്കുന്നത്. അതാണ് ആ കമ്പിയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത്. ഞങ്ങളുണ്ടല്ലോ പൊതിച്ചോറ് കഴിച്ചു തുടങ്ങിട്ടാ. ഒരു പ്രത്യേകം ടേസ്റ്റും ഒരു മണും. ഇപ്പൊ നമ്മള് പൊതിച്ചോറ് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ മറ്റൊന്ന് ഞങ്ങള് വേഗം പൊതിച്ചോറ് കൊടുത്തു വിട്ട് അവിടെ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കാറുണ്ട്. ഇന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടാ. പൊതിച്ചോറ് കൊടുത്തു വിട്ട് ഷായട്ടിനും കഴിക്കുന്നത്. കാരണം ഷായട്ടിന് പണി ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് അത്യാവശ്യം പണി ഇങ്ങനെ പാത്രങ്ങളൊക്കെ മോറി വന്നപ്പോ ഏതാണ്ട് ഉച്ചയ്ക്ക് തന്നെ കഴിക്കണേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റുള്ള ഭക്ഷണം നമ്മള് വീട്ടിൽ പാചകം ചെയ്തിട്ട് ഒരു ഗന്ധത്തിൽ കഴിക്കുന്നത് ഭയങ്കര വ്യത്യാസം കഴിക്കുമ്പോൾ. അതായത് പൊതിഞ്ഞു വെച്ച് ആ നേരത്തെ കഴിക്കുമ്പോഴുള്ള ഒരു രുചി വ്യത്യാസം ഭയങ്കര. ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടാ. കറികളെല്ലാം സൂപ്പറിനെ നമ്മൾ പറയുന്ന പോലെ തന്നെ. പിന്നെന്ന് പറഞ്ഞാൽ പൊതിച്ചോറ് എന്ന് പറഞ്ഞാലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ ഇടയ്ക്ക് അത് കാരണം ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പൊതിച്ചോറ് പൊതിഞ്ഞിരിക്കുക ഇങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട്. കൂടുതൽ കറി ഒന്നും ഇല്ലെങ്കിലും 2 കറി ആ ഒരു ചമ്മന്തി കൂടി അരച്ച് അങ്ങനെയായാലും വെക്കാറുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ വിഷ് ചെയ്യാനുണ്ട് കേട്ടാ. സഫിയയുടെ മോൻ സിനാലിന്റെ ബർത്ത്ഡേ ആണ് ജനുവരി 29. അപ്പൊ ജനുവരി 29 ബർത്ത്ഡേ ആഘോഷിക്കുന്ന സിനാൻകുട്ടന് ആലിയുടെ വക അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ സിനാൻകുട്ട. കണ്ണൂരുള്ള റണവ്കുട്ടന്റെ ബർത്ത്ഡേ ആണ് ജനുവരി 31. അപ്പൊ ജനുവരി 31 ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്ന റണവ്കുട്ടന് ആലിയുടെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ റണവ്കുട്ട. ബിന്ദു സോമൻ പറവൂർ, ബിന്ദു ചേച്ചിയുടെ മകന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ജനുവരി 28. അപ്പൊ UK-യിലുള്ള ആകാശിനും ആദിത്യക്കും ആന്റിയുടെ വക ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കാസർഗോഡുള്ള സൗദ സലീമിന്റെ മകന്റെ വിവാഹമാണ് ഇന്ന് ജനുവരി 27 കേട്ടാ. അപ്പൊ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. മകന്റെ പേര് ഷെബിയായിരുന്നു, വിവാഹം കഴിക്കുന്ന കുട്ടിയുടെ പേര് ഷാനിയ എന്നാണ് കേട്ടാ. അപ്പൊ ഞാൻ അവരുടെ ഫോട്ടോ ഇതിൽ കാണിച്ചു തരാം. അപ്പൊ അവർക്ക് എന്റെ എല്ലാവിധ വിവാഹ മംഗള ആശംസകളും. ഇതാണ് കേട്ടോ നമ്മുടെ ഷെബീറും ഷാനിയും. ഒരിക്കൽ കൂടി ഞാൻ അവർക്ക് വിവാഹ മംഗളാശംസകൾ നേരുന്നു. ഷൈട്ട നമ്മുടെ പൈപ്പിന് ഓട്ടിണ്ടല്ലോ ഷൈട്ടാ.
വെള്ളം ചീറ്റുണ്ട്, ഇവിടെ കുറച്ച് പോണ്ട്. നമ്മളെ പൊതിച്ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോ ഞാനും ഷായിട്ട് നേരെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടാ. ഷായിട്ട് എന്താ നനച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊതിച്ചോറ് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ കല്യാണത്തിന്റെ തലേദിവസമാണ്. നമ്മുടെ കല്യാണം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയിലായിരുന്നേ. നമ്മുടെ പൊതിച്ചോറ് കൊടുത്തത് നമ്മൾ വ്യാഴാഴ്ച ആയിരുന്നു കേട്ടാ. പിന്നെ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുന്നത്തെ ഞായറാഴ്ച ആയിരുന്നു അവിടെ ഷായിട്ടിന്റെ പെങ്ങളുടെ മോന്റെ കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊതിച്ചോറിന്റെ വീഡിയോ. അപ്പൊ എന്നോട് എല്ലാവരും പണ്ടായിരുന്നു കല്യാണത്തിന്റെ വീഡിയോ കാണിച്ചോളൂ എന്നുള്ളത്. കാരണം ഞാൻ തെങ്ങ് കയറിയ വീഡിയോക്ക് വിട്ടല്ലോ, തൊട്ടപ്പുറത്ത് ചേട്ടന്റെ മോന്റെ കല്യാണമാണ്, അത് കാരണമാണ് നമുക്ക് വേഗം തെങ്ങ് കയറുന്നതൊക്കെ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രത്യേകിച്ച് വന്നിട്ട് കല്യാണ വീഡിയോ കാണിച്ചോളൂ എന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കല്യാണ വീഡിയോ വിട്ടതിന് ശേഷമായിട്ട് നമ്മുടെ പൊതിച്ചോറിന്റെ വീഡിയോ വരുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഇപ്പൊ ഇത്തരക്ക് വേറെ വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ഡാൻസ് കളിച്ചല്ലോ. അപ്പൊ ബുധനാഴ്ച ആയിരുന്നു നമുക്ക് ഒരുമിച്ച് ഡാൻസ് കളിക്കുക എന്നുള്ളത് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പൊ അതിന്റെ പ്രാക്ടീസ് അങ്ങനെയൊക്കെ ആയിട്ട് കല്യാണം വരും നല്ല തിരക്കുകൾ തന്നെയായിരുന്നു കേട്ടാ. അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഷായിട്ട് നനയ്ക്കും, അപ്പുറത്തേക്ക് ചെടികൾക്കൊക്കെ ഞാൻ ഷായിട്ടും കൂടെ ഒരുമിച്ച് നനച്ചാലാണ് നമ്മുടെ നനയും കാര്യങ്ങളൊക്കെ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പണികൾക്കൊക്കെയാണ് ഇനി ഞങ്ങൾ പോണത്. അപ്പൊ എന്തായാലും എല്ലാവരും പറഞ്ഞ പോലെ ആദ്യം ഞാൻ നമ്മുടെ കല്യാണ വീഡിയോ വിട്ടു തരും, അതിന് ശേഷം തന്നെയായിട്ട് പൊതുവാത്ത വീഡിയോ. പിന്നെ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടാ.